ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു ചെറിയ വലിയ ഷോപ്പിങ്ങിന് പോവാട്ടോ. അപ്പം ഞാൻ അതാ ഷോപ്പിങ്ങിന് പോകണതിൻ്റെ മുന്നേ രാവിലെ ആയ സമയത്ത് നമ്മൾ യൂട്യൂബിൽ നിങ്ങളൊരു ഹാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോക്സ് വെച്ചിട്ട് ഹെയർ ഇങ്ങനെ ടൈ ചെയ്താൽ കേളിയായിട്ട് കിട്ടുന്നു. അങ്ങനെ ചെയ്ത് നോക്കിയതാട്ടോ. പക്ഷെ ആകെ കൊളായിപ്പോയി, മുടി ആകെ കെട്ടുകുടുങ്ങി. അപ്പോൾ സോക്സ് കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മേൻ്റെ പാൻറ്റ് വെച്ചിട്ട് ലെഗിങ്സ് വെച്ചിട്ടാട്ടോ ചെയ്ത്. അപ്പോൾ ഓളത് കണ്ടുപിടിച്ചപ്പോൾ പറയാം, അയ്യോ അമ്മായിൻ്റെ പാൻറ്റ് ഇതാമു ചേച്ചിൻ്റെ തലയിൽ നിന്ന്. അങ്ങനെ അത് സെറ്റായില്ല, അത് കൊളായിപ്പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സെറ്റായി റെഡിയായി ഇറങ്ങിയിട്ടുണ്ടായി. നമ്മളിന്ന് തിരൂര് മൊത്തം ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ദൈവം സഹായിച്ച് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു സുഖമായിരുന്നു കേട്ടോ പോവാൻ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ. ഇനി നേരെ തിരൂര് ചെന്നിറങ്ങണം. ഞാനും എൻ്റെ അമ്മായിൻ്റെ മൂത്ത മോളും കൂടിയാട്ടോ പോയിരുന്നത് തിരൂരിലേക്ക്. ഓക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് ഒരു ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ പോളിടെക്നിക്, തിരൂര് പോളിടെക്നിക് ബി പി അങ്ങാടീൻ്റെ അവിടെ. അങ്ങനെ നമ്മളിത് ആദ്യം പോണത് SBIയിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് പൈസ എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായി. അങ്ങനെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നത് കണ്ടാൽ തോന്നും ലക്ഷങ്ങളും കോടികളും എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെറും ജാട. എന്നിട്ട് അങ്ങനെ ഇവളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അങ്ങനെ ക്യാഷൊക്കെ എടുത്തിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ നേരെ വിട്ടത് നമ്മുടെ ഫാമിലിയിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ സാരി നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായി. എൻ്റെ അമ്മയ്ക്കും അമ്മായിക്കും ഓരോ സാരി എടുക്കണം. ഇവർക്ക് രണ്ടാക്കും ആദ്യം എടുത്തതാണ്, പക്ഷെ ഇവർക്ക് രണ്ടാക്കും അത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു സാരിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായി. അതിൻ്റെ 3 കളർ ചേഞ്ച് ആയിരുന്നു ഇത്. അതിൽ ഞാൻ ആ പിങ്കാണ് ലാസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ബാസത്തിലാണ് സാരി എടുക്കാൻ കയറിയത്. അവിടുത്തെ ബിഹേവിയർ എനിക്ക് തീരെ ഇഷ്ടമായില്ല സ്റ്റാഫ്സിൻ്റെ. ഇവിടുത്തെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. അങ്ങനെ ഈ ഒരു സാരി ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു. ഇത് നമ്മൾ അമ്മായിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. ഈ ഒരു ഗ്രേപ്സ് ഷെയ്ഡ് വരുന്ന സാരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇവർക്ക് 2 പേർക്കും കല്യാണത്തിൻ്റെ അന്ന് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇത് കൊണ്ടു ചെന്ന സമയത്ത് അമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്ക് ഇഷ്ടമായി. എൻ്റെ ഊഹം നേരെ തിരിച്ച് തെറ്റുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് ഇഷ്ടമായി, പക്ഷെ അമ്മായിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനം ബില്ലൊക്കെ ആക്കിയിട്ട് അവിടുന്ന് മേടിച്ചിട്ടോ. ബില്ലാക്കി ക്യാഷൊക്കെ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടായി. അങ്ങനെ വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അഫോർഡബിൾ തന്നെയായിരുന്നു. നമുക്ക് അഫോർഡബിൾ ആയതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കല്യാണമാണെന്ന് വിചാരിച്ചിട്ട് അത്ര ആഡംബരം കാണിക്കാൻ അത്ര പൈസേൻ്റെ ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയത്, ഭംഗിയുള്ളത് അഫോർഡബിൾ ആയിട്ട് തോന്നിയത്, അത് രണ്ടും മാത്രമാണ് നോക്കിയത്. അങ്ങനെ ഇതാ ഞങ്ങൾ അമ്മേൻ്റെ സാരീൻ്റെ ബ്ലൗസ് ഇവിടെ അടിക്കാൻ കൊടുത്തു. ഞാൻ അളവിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നേ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് ഇവിടെ അടിക്കാൻ കൊടുത്തു. അമ്മ വന്നാൽ 100 പണിയാണ്, അമ്മയ്ക്ക് പറ്റൂല. അതുകൊണ്ടാണ് അമ്മേനെ കൊണ്ടുവരാതിരുന്നത്. അങ്ങനെ അപ്പോഴേക്കും ഇവള് കീറാൻ തുടങ്ങി, വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഗലീസിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഓളെ ചിലവായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡിലേക്ക് കയറുള്ളൂ. ഓളെ ചിലവായതുകൊണ്ട് ഞാൻ ഗലീസ് കയറി. അങ്ങനെ ദാ ഞാൻ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റല്ലേ എന്ന് നോക്കിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ഹാഫ് കുട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. വേറെ സൈഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു മിൻലൈം, 2 മിൻലൈമും ഉണ്ടായിരുന്നു. എന്നും ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ. എനിക്ക് ഇവിടുത്തെ ബിരിയാണി മന്തി ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മൾ മേടിച്ചത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു കുറവ്. ഞാൻ സാധാരണ ഹാഫ് ബിരിയാണി മേടിച്ച ഹാഫ് മുഴുവൻ കഴിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് ഹാഫ് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. അപ്പം ഞാൻ കുറച്ച് ബാക്കി വെച്ചു. പക്ഷെ ഓക്കെ അത് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് വാങ്ങായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ തിന്നാനല്ല വന്നത്, നമ്മുടെ ലക്ഷ്യം വേറെയാണെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാള് കയറി, AK മാള് കയറി തിരൂരുള്ള. അവിടെ നമ്മൾ ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് കയറിയിട്ടൊക്കെ ഒരു സ്റ്റഡ് മാറ്റിയെടുക്കാണ്ടായിരുന്നു, സ്റ്റഡും റിങ്ങും. അപ്പോൾ നമ്മൾ ആക്ച്വലി തേർഡ് സ്റ്റഡ് കുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ഡേഞ്ചറാണ് അവിടെ മേലെ കുത്തുന്നത്. അതായത് നമ്മളൊരു ജ്വല്ലറി കയറിയ സമയത്ത് അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ തേർഡ് സ്റ്റഡ് കുത്തിയിട്ട് ഒരു കുട്ടിക്ക് സർജറി ഒക്കെ വേണ്ടി വന്ന് അവിടേക്ക് വെയിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ അവിടുന്ന് കുത്തി തരൂല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ അതിന് മെനക്കെട്ടില്ല. അപ്പം നമ്മൾ ഈ സ്റ്റഡും റിങ്ങും മാറ്റിയെടുത്തിട്ടുണ്ടായി. പിന്നെ മാളിൽ വന്നതല്ലേ, മാക്സിൽ കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാക്സിലും കയറി നോക്കി. കളക്ഷനൊന്നും ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ വിട പറഞ്ഞിട്ട് താഴെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടോ. അവിടുന്ന് ഒക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഒരു 2-3 ചില്ലറ സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ അവിടുന്ന് ബില്ലാക്കിയിട്ടുണ്ടായി. ഇവിടുന്ന് ആക്ച്വലി ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്, പക്ഷെ അത് മേടിച്ച് വന്നപ്പോൾ 2-3 സാധനങ്ങളായിപ്പോയി. അത് പിന്നെ അങ്ങനെയാണല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ബ്യൂട്ടി ഷോപ്പിൽ കയറിയിട്ടുണ്ടായി. 2-3 ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും പിന്നെ ഒക്കെ കുറച്ച് സാധനങ്ങളും മേടിക്കാണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൾ കയറിയ സമയത്ത് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അവിടെ കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. ഇത് ഞാൻ ഓൺലൈനിൽ കുറേ കണ്ടതാണ് കേട്ടോ, പക്ഷേ ഷെയ്ഡ് മാച്ച് ആവുമോ എന്നുള്ള ഡൗട്ട് കൊണ്ട് ഞാൻ മേടിക്കാതിരുന്നതാണ്. പക്ഷേ അത് അവിടെ ടെസ്റ്റർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ചുണ്ടിലൊന്ന് ഇട്ട് നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ലൊരു ഷെയ്ഡായിരുന്നു, എനിക്ക് ഭയങ്കര
ഇഷ്ടമായി. ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. 200 ഉള്ളിലും ആയിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നോക്കിയ സമയത്തും 200, ഷോപ്പിലും 200. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കൊരു ലിപ്സ്റ്റിക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഭയങ്കര ഈ ഷെയ്ഡ് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ ഭയങ്കര അഫോർഡബിൾ ആയതുകൊണ്ട് ഞാനത് അവിടെ നിന്ന് തന്നെ എടുത്തു. പിന്നെ ഓള് കുറച്ച് അൽക്കോലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായി. ബില്ലാക്കി വന്നപ്പോൾ 1000 അടുത്തുണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓളോട് പറഞ്ഞ് ഇത്രയും സാധനങ്ങളൊന്നും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് തന്നെ വെപ്പിച്ചിട്ട് ബാക്കി സാധനങ്ങൾ ബില്ലാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായി. ഈ ഓട്ടോയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് അറിയുന്നത് തന്നെ വൻ ചിലവാണ് കേട്ടോ. മെയിനായിട്ട് ഇതിനാണ് കാശ് ഞങ്ങളെ കയ്യിൽ നിന്ന് പൊട്ടിയത്. പിന്നെ ഇതാ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റോഡിൽ നല്ലോണം ലാഗ് അടിച്ച് ഓട്ടോൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. വിശപ്പ് മുഖ്യമായതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. വാങ്ങിയിട്ടുണ്ടായിരുന്ന 2 മില്ലൈമും പിന്നെ ഒരു ലോഡഡ് ഫ്രൈസ് നമ്മൾ 2 ആക്കുകയാണ് ചെയ്തത്. ഇതന്നെ ധാരാളമായിരുന്നു കേട്ടോ. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതും ഞാൻ പകുതി കഴിച്ചിട്ട് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായി. ഓള് ചീത്ത അറിയായിരുന്നു കേട്ടോ എന്നെ. നിങ്ങൾക്ക് എന്തിനാ വേണ്ടെങ്കിൽ വാങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് ഓൾ എന്നെ കുറേ ചീത്ത പറഞ്ഞു. ഞാനത് കേട്ട് മിണ്ടായിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ബാക്കി എന്ത് ചെയ്ത് നശിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പാഴ്സൽ എടുത്തു കേട്ടോ വീട്ടിലേക്ക്. ഇത് ഭയങ്കര ചീസായതിനെ കൊണ്ടേ പെട്ടെന്ന് നമുക്കിങ്ങനെ കഴിക്കുമ്പോഴേക്കും മടുത്ത് പോവാട്ടോ. അധികം ഒന്നും കഴിക്കാൻ വയ്യ. പിന്നെ ആ വെള്ളം കൂടെ കുടിച്ചപ്പോഴേക്കും വയറ് ഫുള്ളായിട്ട് പോയി. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചത്. പിന്നെ അധികം ചൂടും ഇല്ലായിരുന്നു കേട്ടോ. അതായത് തണുത്ത പോയൊരു സാധനമായിരുന്നേ. വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആദ്യം കഴിച്ച ലോഡഡ് ഫ്രൈസിൻ്റെ അത്ര ടേസ്റ്റ് ഇതിനില്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു കുറവുണ്ടായിരുന്നു. ഒന്ന് മൊത്തത്തിലൊരു കുറവാണ്. പക്ഷെ ഓള് നല്ലായിരുന്നു, ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ട്. നല്ലോണം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായി. പിന്നെ എൻ്റെ കയ്യിൽ ബാക്കി വെച്ച് വേണോ ചോദിച്ചപ്പോൾ അത് വേണ്ടാന്നാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനെ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള ബസ് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.